ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. ദൂരെ മേഘപ്പാളി ദൂരെ താരപദ വീചി ദൂരെ മേഘപ്പാളി ദൂരെ താരപദ വീചി ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ. ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം. പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം. കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും. കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം.
എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം ദൂരെ മേഘപാളി ദൂരെ താരപഥ വീചിയിൽ ദൂരെ മേഘപാളി ദൂരെ താരപഥ വീചിയിൽ വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീഥിയിൽ വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീഥിയിൽ എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 45-ാം സങ്കീർത്തനം 10-11 വാക്യങ്ങൾ. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായിക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 45-ാം സങ്കീർത്തനം ഒരു രാജകീയ വിവാഹ മംഗളഗീതമാണ്. രാജകീയ വിവാഹ മംഗളഗീതം. പൊതുവേ ഉള്ളതായ ധാരണ ശലോമോൻ രാജാവും ഫറവോന്റെ പുത്രിയും തമ്മിലുള്ള വിവാഹമായിരിക്കാം ഇതിൻ്റെ പശ്ചാത്തലം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൻ്റെ പ്രത്യേകതയൊന്നുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വീക്ഷണത്തിൽ ഉത്തമഗീതത്തിൽ കാണുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു മണവാളനും നാം ഓരോരുത്തരും മണവാട്ടിയുമാണ്. മണവാട്ടി സഭ, തേജോമയനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മണവാളൻ. ഈ മണവാളനും മണവാട്ടിയും തമ്മിലുള്ളതായ ബന്ധം, പ്രത്യേകിച്ച് സ്നേഹബന്ധം വിവരിക്കുന്നതായ അതിൻ്റെ വിശദാംശങ്ങൾ തുറന്നു കാണിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ് 45-ാം സങ്കീർത്തനം. ആ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ധ്യാനിച്ചാൽ മാത്രമേ അതിൻ്റെ ആഴം നമുക്ക് പിടികിട്ടുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കത്തി ജ്വലിച്ചു വന്നതായ ഒരു ചിന്തയാണ്, ഞാൻ ആരാണ്? ഞാൻ ആരാണ്? എനിക്ക് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല. തേജോമയനായ കർത്താവായി യേശുക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു മണവാട്ടിയാണ് ഞാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മണവാളൻ ആരാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ആ ഭാഗം ഒന്ന് വായിച്ചേ. പൗലോസ് എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ഉത്തമഗീതം 5-ാം അധ്യായം എടുക്കണം. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എല്ലാവരും ഒന്ന് കേട്ടെ, വ്യക്തമായിട്ടൊന്ന് മനസ്സിലായിരിക്കും. ദൈവത്തിന് മഹത്വം. യാതൊരു വ്യത്യാസവുമില്ല, പ്രായ വ്യത്യാസമൊന്നുമില്ല. കറുത്തതാണോ വെളുത്തതാണോ, വിദ്യാഭ്യാസമുണ്ടോ, സമ്പന്നനാണോ ദരിദ്രനാണോ, വീടുള്ളയാളാണോ, പുറമ്പോക്കിൽ താമസിക്കുന്ന ആളാണോ, കണ്ടാൽ കൊള്ളാവുന്ന ആളാണോ, രോഗിയാണോ, ഇതൊന്നും വിഷയമല്ല. ഞാൻ ആര്? എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ആരാണ്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നല്ല പറഞ്ഞത്. ഒരു വാക്ക് ഇടയ്ക്ക് വന്ന് എന്താ അത് പറഞ്ഞ് ഓർത്തോ നിങ്ങളുടെ മനസ്സിനകത്ത്? നിർമ്മല കന്യക.
നിർമ്മല കന്യക. മക്കളെ, തെറ്റുകൾ വല്ലതും മന്നുണ്ടോ? നിർമ്മല കന്യകയാണ്. തുടർന്ന് വായിച്ച് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം എന്താണ്? എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഈ വിവാഹ നിശ്ചയം അറിഞ്ഞു ഒരാള് സാത്താനാണ്. കർത്താവായി യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി കള്ളും കുടിച്ച് തോന്നിവാസം നടന്ന, പ്രേമിച്ച് നടന്ന, ദൈവത്തിന് സ്തോത്രം, സകലവിധ മ്ലേച്ഛതകളിലും അഴിഞ്ഞാടി നടന്ന ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിച്ച് കർത്താവായി യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി കല്യാണ നിശ്ചയം കഴിഞ്ഞു. നിർമ്മല കന്യായി വിവാഹ നിശ്ചയം കഴിഞ്ഞു. അത് സാത്താൻ അറിഞ്ഞപ്പോൾ സടകൊഴിഞ്ഞ് എഴുന്നേറ്റ് എന്ത് ചെയ്തു? സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എല്ലാരും കേട്ടോ? അത് ദൈവത്തിന് സ്തോത്രം. സാത്താൻ ഇഷ്ടമല്ല അത്. സാത്താൻ അതുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്താണ്? മണവാളനെ ധ്യാനിച്ച് പൂജിച്ച് സ്നേഹിച്ച് വിശുദ്ധിയോടെ നിന്നാൽ മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ വിവാഹം നടക്കും, സ്വർഗത്തിലെത്തും, സന്തോഷത്തിന്റെ മണവറയിൽ നിത്യത കഴിക്കും, ഇവന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഈ മണവാളനുള്ളതായിരിക്കുന്ന ഏകാഗ്രതയിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും ഇവനെ പയ്യെ അകറ്റണം. എന്നാൽ മാത്രമേ ഈ വിവാഹം നടക്കാതിരിക്കുകയുള്ളൂ. ദൈവമക്കളെ, നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടോ? നിർമ്മല കന്യകയായി എന്നെ തന്നെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവായിട്ടുള്ള വിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമോ? അതെയോ സാത്താൻ ഉപായത്താൽ ചതിച്ചതുപോലെ ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിശുദ്ധിയും നഷ്ടപ്പെട്ട് വഷളായി പോയിട്ടുണ്ടോ നിങ്ങൾ? വാക്കുകളൊക്കെ എങ്ങനെയുണ്ട്? ജീവിതം വിശുദ്ധിയാണോ? വായിച്ച് ഉത്തമഗീതം 5-ാം അധ്യായം എടുത്ത്, ഉത്തമഗീതം 5-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളും 1-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യം, ഒത്തിരി വാക്യങ്ങളുണ്ട്, ചിലത് മാത്രം വായിച്ച്. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവ നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ദൈവത്തിനോ സ്തോത്രം. എന്റെ മണവാളൻ ആരാണ്? അതാണ് നമ്മുടെ ധ്യാന വിഷയം. ദൈവത്തിനോ സ്തോത്രം. ദൈവമക്കളെ, എന്നെ കാണുന്ന 2 കണ്ണുകളുടെ മുമ്പിലല്ലേ ഞാൻ നിൽക്കുന്നത്. എവിടെ ചെല്ലുമ്പോഴും സ്ത്രീകളും പുരുഷന്മാരും ഓർത്തുകൊള്ളണം, ഞാൻ ആരാണ്. ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞതായ ആ മണവാട്ടിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മണവാളിനെ സംബന്ധിച്ചോളം അവരുടെ ഹൃദയം എവിടെയായിരിക്കും? അവരുടെ ഹൃദയം അലിഞ്ഞു ചേർന്നത് ആ മണവാളിലായിരിക്കില്ലേ? എപ്പോഴും പ്രേമവും സ്നേഹവും അനുരാഗവും ആ വ്യക്തിയിലായിരിക്കില്ലേ? ഒന്ന് കാണണമെന്നും മിണ്ടണമെന്നുള്ളതായ വലിയ അന്തരംഗത്തിലെ ആഗ്രഹം ഉള്ളത്തിൽ ഉദിച്ചു വരികയില്ലേ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ചോദിക്കുകയാണ്, ഈ പ്രിയന്റെ കാര്യത്തിൽ ഇങ്ങനെ നീ അനുരാഗത്തോടെ സ്നേഹിക്കാനും പ്രേമിക്കാനും സന്തോഷത്തോടെ സ്മരിക്കാനും അവനെക്കുറിച്ച് പാട്ടും സ്തുതിയും എല്ലാമായിട്ട് ആരാധനയിൽ കഴിയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി? എന്റെ പ്രിയൻ, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. എന്റെ ദൈവം, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഉത്തമഗീതം ഒന്ന് വായിക്കണം കേട്ടോ. വലിയ ഇഷ്ടമാണ് എനിക്ക് ഉത്തമഗീതം. കാരണം എൻ്റെ പ്രാണപ്രിയനെക്കുറിച്ച്, പ്രാണപ്രിയന്റെ സൗന്ദര്യത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും വെണ്മയെക്കുറിച്ചും മനോഹരതയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും വിവരിക്കുന്നതാണ്. പൗലോസ് എന്താണ് പറയുന്നത്? എബ്രായർ 7:26 വെച്ച്, എബ്രായർ 7-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. ഇങ്ങനെയുള്ളതായ ഒരു മണവാളനാണ് എനിക്കുള്ളത്. ആ മണവാളന്റെ പ്രത്യേകത എന്താണ്? പവിത്രൻ, പവിത്രൻ, നിർദോഷൻ, നിർദോഷൻ, നിർമ്മലൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി, സ്വർഗത്തെക്കാൾ ഉന്നതനായിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു 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 പോകുമ്പോൾ അവസാനം നമ്മൾ എന്ത് പറയും? അതെന്റെ മണവാളനാ, അതെന്റെ മണവാളനാ. ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളം ത്രസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ ആരാണ്? പട്ടിണി കിടന്ന തന്നെ, രോഗക്കിടക്കിലാണെങ്കിൽ എന്താ? ദൈവത്തിന് ആരും മൈൻഡ് ചെയ്യണ്ടെന്നേ, ആരും നോക്കണ്ട, ആരും എന്തും പറഞ്ഞു കൊള്ളട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു മണവാളനുണ്ട്. എൻ്റെ ചങ്കിൻ്റെ ഉൾത്തടത്തിൽ വെച്ച് സ്നേഹിക്കുന്ന, പൂജിക്കുന്ന, ആരാധിക്കുന്ന ഒരു മണവാളനുണ്ട്.
അവൻ നിത്യമണവാളനാണ്, അവൻ രക്തമണവാളനാണ്, ഒരിക്കലും മാറിപ്പോകാത്തൊരു മണവാളനാണ്. ദൈവത്തിന് സ്തോത്രം. ജീവൻ തന്നെ എന്നെ സ്നേഹിച്ച മണവാളനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മധ്യാകാശത്തിൽ ഒരു മണിപ്പന്തൽ ഒരുക്കുന്ന മണവാളനാണ്. എന്നെ ചേർക്കാൻ വീണ്ടും വരുന്ന മണവാളനാണ്. ദൈവത്തിന്റെ മഹത്വം. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഈ മണവാളന്റെ മണവാട്ടിയായി വിവാഹം നടക്കാൻ തക്കവണ്ണമുള്ള ഒരുക്കം നിങ്ങൾക്കുണ്ടോ? ഒന്ന് ചിന്തിക്കണ്ടേ? പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന 2 പെൺപിള്ളേരുടെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹ നിശ്ചയത്തിന് പുരുഷൻ 12 ഉണ്ടായിരുന്ന വെളിയിലാണ്. ഈ 2 ആൺപിള്ളേരും കൂട്ടുകാരാണ്, ഈ പെൺപിള്ളേരും കൂട്ടുകാരാണ്. മാതൃക്കന്മാരെല്ലാം ആലോചിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞു. അവർ വീണ്ടും ജോലി സ്ഥലത്ത് പോയി വിവാഹത്തിന് വേണ്ടിയിട്ട് അവർ മടങ്ങി വന്നു. വളരെ വ്യക്തമായുള്ള കാര്യം നമ്മൾ പറയുന്നു. ഒരു പെൺകുട്ടിക്ക് വെപ്രാളം. ഒരു പെൺകുട്ടിയും വീട്ടുകാരെല്ലാവരും കൂടെ എയർപോർട്ടിൽ ചെന്നു. മറ്റവരെ വന്നില്ല. ആരാണ്ടൊക്കെ അവിടെ ചെന്നു. എന്താ കാരണം എന്നറിയാമോ? അതിൽ ഒരു പെൺകുട്ടിക്ക് അയൽവക്കത്തുള്ള മറ്റൊരു ചെറുക്കനുമായിട്ട് പ്രേമവും ഔഹിതമായിരിക്കുന്ന ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അത് നാട്ടിൽ പരസ്യമാണ്. ഒരു പെൺകുട്ടിയുടെ അന്തരംഗം ആ പുരുഷനെ ഓർത്ത് ഇങ്ങനെ വാഞ്ചിച്ച് മോഹിച്ച് കാക്ഷിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നല്ലോ, എയർപോർട്ടിൽ വന്നു, ഇങ്ങോട്ട് എടുക്കാറായി, അന്തരംഗത്തിൽ സ്നേഹാഗ്നി അങ്ങ് കത്തുകയാണ്. മറ്റേ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇതെല്ലാം, ഈ രഹസ്യങ്ങളെല്ലാം അറിയുമല്ലോ, കല്യാണം നടക്കില്ലല്ലോ, പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഉള്ളം ത്രസിക്കുന്നുണ്ടോ? ഈ അനുരാഗത്തിന്റെ അഗ്നി നിങ്ങളുടെ ജീവിതത്തിൽ കത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ജീവിതം വിശുദ്ധിയോടെ കാക്കും. മണവാളന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന കണ്ണിന്റെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തിൽ കറ പറ്റിയിട്ടുണ്ട് എങ്കിൽ വിവാഹം നടക്കുകയില്ല. 45-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ച്. 45-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. അപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. മണവാളന് എന്നിലൊരു ആകർഷണമുണ്ടാകും, എന്നോട് വലിയൊരു ഇഷ്ടമുണ്ടാകും, ഞാനുമായിട്ടുള്ള വിവാഹം നടക്കും. ശ്രദ്ധിച്ചോളണം. അപ്പോൾ എപ്പോഴാണ്? ഞാൻ 3-4 കാര്യങ്ങൾ പറയാം. വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മണവാട്ടിയാണോ? കർത്താവായ യേശുക്രിസ്തുവുമായി നിത്യതയിൽ മണവറയിൽ സന്തോഷത്തോടെ ആമോദത്തോടെ മണവാളന്റെ തേജസ് കണ്ട് സ്തുതിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? ഇപ്പോഴത്തെ പോക്ക് പോയാൽ മതിയോ? ഇന്ന യോഗ്യതകളെല്ലാം വേണം. മണവാട്ടിക്ക് വേണ്ടതായ യോഗ്യതകളാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. മണവാട്ടിക്ക് മണവാളൻ നോക്കുമ്പോൾ കാണേണ്ടതായ വിവാഹം നടക്കുവാൻ തക്കവണ്ണം യോഗ്യയാക്കി തീർക്കുന്ന യോഗ്യതകൾ എന്തെല്ലാമാണ്? ഹല്ലേലൂയ. 45-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. 1-ാമത്തെ കാര്യം 8-9 വാക്യങ്ങൾ. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം വിശുദ്ധിയുടെ സുഗന്ധമുള്ളതായിരിക്കുന്നു. 1-ാമത്തെ കാര്യം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവമക്കളെ, സുഗന്ധപൂരിതമായിരിക്കുന്ന ജീവിതം, ജീവിത വിശുദ്ധി. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ഈ കൂട്ടായ്മയെ കുറിച്ച് ദൈവത്തിന് വലിയൊരാഗ്രഹമുണ്ട്. സ്വർഗം സന്തോഷിക്കുകയാണ്. ഞാൻ ധ്യാനിക്കുന്ന സ്വർഗം ഇപ്പോൾ നമ്മളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്, അവന്റെ മനോഹരതയും സൗന്ദര്യവും വർണ്ണിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന ഒരു രംഗം, സ്വർഗം മാനിക്കുന്ന രംഗമാണിത്. ദൈവം കണ്ട മക്കളാ വന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ഞാനും മണവാട്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മണമുള്ള ദൈവമക്കൾ, വിശുദ്ധിയുടെ സൗരഭ്യമുള്ള ദൈവമക്കൾ. ഹല്ലേലൂയ. അശുദ്ധിയുടെ ദുർഗന്ധമുള്ളതായ ലോകത്തിൽ നിന്ന് ആ ദുർഗന്ധത്തെ അകറ്റുവാൻ തക്കവണ്ണം സുഗന്ധപൂരിതമായിരിക്കുന്ന ഒരു ജീവിതം. പ്രത്യേകിച്ചൊന്നും പറയണ്ട. ദൈവത്തിന് മഹത്വം. നല്ല ഒരു റോസാപുഷ്പം അല്ലെങ്കിൽ മുറ്റത്തെ എവിടെയെങ്കിലും നിൽക്കുന്ന ഈ മുല്ലപ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. എന്ത് മണമാണ്! എനിക്ക് മണമുണ്ടെന്ന് പറയണോ? ദൈവമക്കളെ, ആരെന്തും പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഹൃദയത്തിൽ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. വ്യക്തമായ
ദൈവത്തിന് സ്തോത്രം. അശുദ്ധിയുടേതായ ഒരു ദുർഗന്ധം എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ചത്ത ഈച്ച തൈലത്തെ മുഴുവൻ നാറുമാറാക്കുന്നു. വൃത്തികെട്ട ഒരു പാപത്തിന്റെ കണികതയുണ്ടാത്ത ആളത്വത്തിന്റെ ഉടമ. ഓരോ അവയവത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് വിശുദ്ധമായിരിക്കണം, കൈ വിശുദ്ധമായിരിക്കണം, പ്രത്യേകിച്ച് ഹൃദയ ശുദ്ധിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു ചന്ദനം വൃക്ഷം പോലെയാണ് നമ്മൾ. ചന്ദനത്തിന്റെ സൗരഭ്യം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ ചന്ദനത്തിന്റെ സൗരഭ്യം എപ്പോഴാണ്? അത് വെട്ടുന്ന കോടാലിക്ക് വരെ മണം വരും. എല്ലാം സുഗന്ധം ഇങ്ങനെ അത് അരച്ചെടുക്കുമ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ആരെല്ലാം എന്തെല്ലാം ചവിട്ടി ഞെരിച്ചാലും ശരി, എന്നിൽ നിന്ന് വരുന്ന സുഗന്ധമായിരിക്കും. ഹല്ലേലൂയ. ഉത്തമഗീതം 4-ാം അധ്യായം എന്ന് വായിച്ചേ. ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. 4:10-11. എന്റെ സഹോദരി, എന്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം, നിന്റെ പ്രേമം എത്ര മനോഹരം. മണവാട്ടിയെ കുറിച്ച് മണവാളൻ പറയാൻ, നിന്റെ സ്നേഹം എത്ര മനോഹരം. വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തെക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ലതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? ഞാൻ കോളേജിൽ കൂടെ നടക്കുമ്പോൾ പീപ്പിൾ മസ്റ്റ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ മീ. അടുക്കളയിൽ കൂടി നടക്കുമ്പോൾ അയൽവാസികൾ ഒരു വിശുദ്ധിയുടെ സുഗന്ധം സ്ത്രീകളിൽ നിന്ന് മണക്കണം. കോപത്തിന്റെ അല്ല, വാശിയുടെ അല്ല, പരസ്പരം കുറ്റാരോപിക്കുന്നതിന്റെ അല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം സന്തോഷിക്കട്ടെ. വായിച്ചേ. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. 2 കാര്യങ്ങളെ പറഞ്ഞു. ഒന്ന്, ജീവിതത്തിന്റെ വിശുദ്ധിയുടെ സുഗന്ധം. 2, സൗന്ദര്യം. ഓഫീർ തങ്കം അണിഞ്ഞവൾ. ഓഫീർ തങ്കം എന്ന് പറഞ്ഞ ഏറ്റവും മേൽത്തരം പൊന്നെന്നാണ്. ദൈവത്തിന് ജീവിതം പത്രോസ്ലീഹ പറയുന്ന പോലെ തീയിൽ ഊതിക്കഴിച്ച പൊന്നുപോലെ അങ്ങ് ജ്വലിക്കുകയാണ്. യേശുവിനെ പ്രതിബിംബിക്കുന്ന പ്രതലമാണ് എൻ്റേത്. ദൈവത്തിന്റെ കൊതി നിങ്ങളോട് പറയാണ്. ഈ ഭാഷയിലല്ലേ പറയാൻ പറ്റുകയുള്ളൂ. പൊത്തുകൊടുത്തുമായിട്ട് നിങ്ങൾ ആരും മുന്നോട്ട് പോകാൻ നോക്കല്ലേ. സ്നേഹം ആളിക്കത്തട്ടെ നമ്മളിൽ. വിശുദ്ധിയുടെ സുഗന്ധം പരക്കട്ടെ. ഹല്ലേലൂയ. ഒരു തീ ഇങ്ങനെ കത്തി ജ്വലിക്കുന്നത് പോലെ കാൽവറിയിൽ കത്തിയതായിരിക്കുന്ന തീ കൊണ്ട് ജ്വലിച്ചതായിരിക്കുന്ന ദൈവമക്കളുടെ ഒരു കൂട്ടമായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുക്കിലിയോനില് സഭ ഇപ്രകാരം പാടും. ഒന്ന് പാടിക്കത്. നിന്നാൾ സ്തുതിയുടെ രാജമകൾ, നിന്നാൾ സ്തുതിയുടെ രാജമകൾ. കർത്താവ് മണവാളന്റെ വലത്തുഭാഗത്ത് രാജഭാമിനി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിന്നാൾ സ്തുതിയുടെ രാജമകൾ, നിൻ വലഭാഗേ. നന്ദിയോടെ സ്തോത്രം. ഞാൻ ആരാണ്? അപ്പൊ അങ്ങ് മറക്കൂല്ലോ, എനിക്ക് രോഗമാണല്ലോ, എനിക്ക് ഒത്തിരി ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ആരാണ്? എപ്പോഴും ഓർത്തോളണം, വിശുദ്ധിയുടെ സുഗന്ധം ശോധന വരുമ്പോൾ പൊന്നുപോലെ പുറത്തു വരുന്നതായ ജ്വലിക്കുന്നതായ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. 2-ാമത്തെ കാര്യം 45:10 വായിച്ചേ. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായിക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. ദൈവത്തിന് സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആകെ മനസ്സിനകത്ത് നിറഞ്ഞു മുറ്റി നിൽക്കുന്ന ഒരാളേ ഉള്ളൂ, എൻ്റെ പ്രാണപ്രിയനായ യേശു. അവന്റെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി 10:37 പറയും, അപ്പനെയും അമ്മയെയും എല്ലാവരെയും പകച്ച് ദൈവത്തെ സ്നേഹിക്കണം. അവരൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന സ്നേഹമോ, ഈ ലോകത്തിൽ ആരോടുമുള്ളതായിരിക്കുന്ന സ്നേഹമോ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആധിക്യം വെച്ച് നോക്കുമ്പോൾ അപ്രസക്തമാണ്. 10:7 വായിച്ച്. മത്തായി 10:37. എന്നേക്കാൾ അധികം അപ്പനെയോ, എന്നേക്കാൾ അധികം മണവാളനേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്റെ ദൈവമേ, ഇതൊക്കെ ദൈവമക്കളൊന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആരെക്കാളും എന്തിനേക്കാളും എൻ്റെ പ്രാണപ്രിയനോടായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആധിക്യമേറെ വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യൂണിവേഴ്സിറ്റി പരീക്ഷ BA-യോ MA-യോ അല്ലെങ്കിൽ മെഡിസിനോ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോഴേക്കും ഒരു ക്വസ്റ്റ്യനുള്ള ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നേരത്തെ കിട്ടുവാണെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും. അത് മുഴുവൻ ഇങ്ങനെ പഠിക്കില്ലേ? ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഉത്തരം എഴുതേണ്ടത്. ആ ചോദ്യം നിങ്ങൾക്ക് മുന്നമേ കിട്ടിയെങ്കിൽ എന്ത് ഏകാഗ്രതയോടെ അതങ്ങ് പഠിക്കും, ബാക്കിയെല്ലാം മാറ്റി വെച്ചു. അതുപോലെ മണവാളന്റെ വേളി നടക്കണമെങ്കിൽ, മണവറ പൂകണമെങ്കിൽ, വിവാഹം നടക്കണമെങ്കിൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയണം. കേട്ട എല്ലാവരും ഒറ്റ ചോദ്യത്തിന് ഉത്തരം എന്താ? അത് പത്രോസ്ലിയോട് കർത്താവ് ചോദിച്ചു, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു ഉണ്ടോ നിങ്ങൾക്ക്? ആത്മാർത്ഥമായിട്ട് പറഞ്ഞു ദൈവമക്കളെ, മണ്ടത്തരം പറ്റരുത്. അവസാനം ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തിനേക്കാൾ എൻ്റെ പൊന്നു കർത്താവിനോടുള്ളതായ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ ഞാൻ എല്ലാം മറന്നു പോവുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറ്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണണം. കാണിപ്പാരുടെ ദേശത്തേക്ക് എല്ലാം വിട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം. മോശയും അബ്രഹാമും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നു. പലതരത്തിലായിരിക്കുന്ന പ്രേരണ നമ്മൾ ഈ ലോകത്തിൽ യേശുവിലായ സ്നേഹത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ തക്കവണ്ണം തീർച്ചയായിട്ടും സാത്താൻ കൊണ്ടുവരും, യാതൊരു സംശയവുമില്ല. അത് പണമായിരിക്കാം, മറ്റു പ്രേമമായിരിക്കാം, എല്ലാം ശരിയാണ്. പക്ഷേ പഠിക്ക്, യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാപകൽ പ്രിയനോടുള്ള അനുരാഗം കാത്തിടുകിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരയ്ക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. നിങ്ങളുടെ ഉള്ളം കൊണ്ട് തീരുമാനം പറയണം. ഈ ലോകത്തിലെ യാതൊരു പെണ്ണിനോ ചെറുക്കനോ വസ്തുവിനോ പൊന്നിനോ ധനത്തിനോ നോട്ടുകെട്ടിനോ ബാങ്ക് ബാലൻസിനോ ദൈവത്തെ ചെകുത്താനെ നീ ശ്രദ്ധ വെച്ച് കേട്ടോ. സ്വർഗം കേൾക്കാൻ ഞാൻ തീരുമാനം പറയുകയാണ്. എൻ്റെ സ്നേഹം 100% പ്രാണപ്രിയനിൽ സമ്പൂർണമായി അലിഞ്ഞു ചേർന്നിരിക്കുന്നു. മണ്ണെ പ്രതി മാണിക്യം വിടുകയില്ല. ഈ ലോകത്തിന് വരുവാനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുകയില്ല. ഇത് വളരെ വ്യക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഒരു യേശുവിന്റെ സൗന്ദര്യവും ആ സ്നേഹവും കാൽവറിയിൽ എനിക്ക് വേണ്ടി ജീവരക്തം ഊറ്റിത്തന്ന് കിടക്കുന്നതായ ആ സ്നേഹത്തിന്റെ പാരമ്യവും കണ്ടു കഴിയുമ്പോഴേക്കും വേറെ എന്താ? ദൈവത്തിന് മുട്ടുമേലങ്ങ് ഇരിക്കാൻ തോന്നും, സ്തുതിക്കാൻ തോന്നും. ഹല്ലേലൂയ. വേദപുസ്തകം വായിച്ച് മുത്താനായിട്ട് തോന്നും. ദൈവമക്കളെ, ക്യാമ്പറിയല്ല, മണിക്കൂറുകൾ ഏകാഗ്രതയോടെ പ്രാർത്ഥന മുറിയിൽ ചെലവഴിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ യേശു എത്ര നല്ലവനാണെന്നറിയാമോ? എൻ്റെ യേശു എനിക്ക് എത്ര പ്രാണപ്രിയനാണെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹബന്ധത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും വേർതിരിക്കാൻ സാധ്യമല്ല എന്ന് നിർണായകമായൊരു ഉറപ്പ് അരുമനാഥൻ രക്തം പുരണ്ട കാൽപാദം ക്രൂസിനോട് ഉയർത്തി കെട്ടിപ്പിടിച്ചടിയൻ പറഞ്ഞിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും ദൈവമക്കളെ, ചാഞ്ചല്യമില്ലാത്തതിൻ്റെ കാര്യം അതാണ്, വേറെ ലാക്കൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം എന്താ? 45:13-14 വായിച്ച്. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് ആരുടെ കാര്യം പറയുന്നത്? എൻ്റെ കാര്യമാണ് പറയുന്നത്. മണവാട്ടി ശോഭാ പരിപൂർണയാണ്. 6-ാമത്തെ ഉത്തമഗീതം 6:10 കൂടെ വായിക്കണം. രാജകുമാരി ശോഭാ പരിപൂർണയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവമക്കളെ, കരി വല്ലതും ഉണ്ടോ? പാപം എപ്പോഴും ഇരുട്ടാണ്, അന്ധകാരമാണ്. മൂടുപട നീങ്ങി മുഖത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന തേജസ് ജ്വലിക്കുന്നു, ജ്വലിച്ച് പ്രകാശിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 61 എടുത്തി. യെശയ്യാ 61:10 ആദ്യം വായിച്ച്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാ 61-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം.
ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം നടക്കണം. നിങ്ങളൊന്ന് ജാഗ്രതയോടെ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം. കർത്താവേ, വിവാഹം നടക്കാതിരിക്കാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ ഏകാഗ്രത നഷ്ടപ്പെട്ടു, സ്നേഹം കെട്ടുപോയി, വേറെ പലതിലേക്ക് സ്നേഹം പോയി. ഇന്ന് കർത്താവേ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ. തിരുത്തത്താൽ സമ്പൂർണമായി ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹിമാവിൻ നീരാളം ചാർത്തി വിടണമേ. മത്തായി സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ പറയുന്ന പോലെ കല്യാണ വസ്ത്രം ഇല്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയും ദൈവമക്കളെയും. ഇന്ന് നമ്മൾ ചെല്ലുന്നോർത്തോട് സ്വർഗ വീട്ടിന്റെ വാതിൽക്കൽ ചെല്ലും. ദൈവത്തിന് സ്തോത്രം. ജ്വലിക്കുന്ന, പ്രകാശിക്കുന്ന, യാതൊരു കറയും ചുളുക്കവും വാട്ടവും ഇല്ലാത്തതായ ജീവിത വസ്ത്രമാണോ ധരിച്ചിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. കർത്താവ് കാണുമ്പോൾ നിന്റെ സൗന്ദര്യം ആനന്ദിക്കണം. സുന്ദരികളിലതി സുന്ദരി നീ, ജാതികളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിമല സഭേ നിന്നേലാളിപ്പൂ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു. സമയമില്ലല്ലോ ദൈവമക്കളെ, അതിന്റെ വർണ്ണനയാണ്. മണവാട്ടി എന്നെ നോക്കുമ്പോൾ തേജമാനായ കർത്താവ് അകവും പുറവും കാണുന്നവർക്ക് സുന്ദരിയാണ്. എൻ്റെ ഒരു കറയില്ലാത്തവളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത്രയും നിങ്ങൾ കേട്ടോ? ഇത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പാണ് എങ്കിൽ 45 അതിന്റെ 15 വാക്യം വായിച്ച്. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടേ. ദൈവത്തിന് സ്തോത്രം. മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാടിന്റെ കല്യാണം അടുത്ത് വന്നിരിക്കുന്നു. കാന്തയും തന്നെത്താൻ ഒരുങ്ങിയോ? രക്തത്തിൽ അരക്കി വെളിപ്പിച്ചതായ ദൈവത്തിന് സ്തോത്രം അങ്കിയാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കാണും, കർത്താവ് വരാറായി. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ക്രൂശിൻ ചുവട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കറയുള്ളവരാണ്, അശുദ്ധിയുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. അകവും പുറവും ചീത്തയാണ്. ഈ അവസ്ഥയിൽ തേജവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്നെ കൈക്കൊള്ളുമോ? വിവാഹം നടക്കുമോ? എനിക്ക് വെപ്രാളമാണ് കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ രക്തം കഴുകുന്ന സമയമാണ്. ഹല്ലേലൂയ. ഒരുക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. പഴയ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് പുതിയ വസ്ത്രം ധരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം ഒരുങ്ങുന്നുണ്ട്? ദൈവമക്കളെ, മണവാളൻ മണവർ ഒരുക്കി തീരാറായി. ഓ, മധ്യാകാശത്തിൽ മണിപ്പന്തൽ ഒരുങ്ങി തീരാറായി. മണവാട്ടി സഭയെ ചേർക്കാൻ വരാറായി. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല പ്രത്യാശ ഉള്ളവരെന്ന് ചേർന്ന് പാടിക്കേ. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണ